ഹലോ, എല്ലാവർക്കും ഷോബീസ് ഹോബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പൂവ് കണ്ടിട്ടുണ്ടോ? പിങ്ക് ജാസ്മിൻ എന്ന് പറയും. എത്ര പൂക്കളാന്ന് നോക്കിക്കേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് നമ്മുടെ കനകാംബരം. ഇത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കെയറൊന്നും ചെയ്യാതെ ഇതിൻ്റെ മണ്ണ് കുറവാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇതുള്ളത്. പക്ഷേ ഇത് കളയാൻ എനിക്ക് തോന്നുന്നില്ല. നല്ല പോലെ ഇവിടെ വൃത്തിയാക്കുമ്പോഴൊക്കെ കുറേ പോയി, പക്ഷെ നല്ല പോലെ പൂത്തി നിൽക്കും. നൊസ്റ്റല്ലേ. ചെറുപ്പത്തിൽ നമ്മളിതൊക്കെ ഈ പൂവൊക്കെയല്ലേ തലയിൽ വെച്ച് രണ്ടായിട്ട് പിന്നി നമ്മൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കുറേ ഓർമ്മകൾ ഒത്തിരി പേർക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് കളയാൻ എനിക്ക് തോന്നുന്നില്ല, നല്ല ഭംഗിയുണ്ട്. നമുക്ക് നമ്മുടെ കൃഷി വേഗം ഓടിച്ച് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ ചീരയൊക്കെ ഇത്രയായി, മാറ്റി നടണം. സമയം കിട്ടാഞ്ഞിട്ടാണ്. ഇത്രയാകുമ്പോൾ ഞാൻ മാറ്റി നടാറുണ്ട് കേട്ടോ. ഇത്രയാകുമ്പോൾ മാറ്റി നട്ടിട്ട് നമ്മൾ ഗോമൂത്രം തളിച്ചു കൊടുക്കണം. പെട്ടെന്ന് വളരും, പിന്നെ ഒരു പുഴു ശല്യം ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയിൽ. ഇത് മയിൽപ്പീലി ചീരയാണ്. എനിക്ക് ഇതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തക്കാളി കുട്ടികളാണ്. ഇന്നലെ കുറച്ച് മണ്ണിട്ട് കൊടുത്തു ഞാൻ. മഹിത്തക്കാളിയും പിന്നെ വേറെ എന്തോ ഒരു തക്കാളിയും കൂടിയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിങ്ങനെയുണ്ട്, നല്ലപോലെ വരുന്നുണ്ട്. ഇത് ആനക്കൊമ്പൻ വെണ്ട, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. ഇന്നലെ കുറച്ച് മണ്ണിട്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ പൂവും കായും ഒക്കെ ആവും. അപ്പോൾ ഞാനത് നുള്ളി കൊടുക്കും. ഇത്ര ചെറുപ്പത്തിലേ അവർ കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെടിക്ക് ഒരു ഹെൽത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം വരണമൊക്കെ നുള്ളി കൊടുക്കും. ഇത് വെള്ളരിയാണ്. ഇതൊക്കെ ഞാൻ വിത്തിട്ട് കിളിപ്പിച്ചല്ല കേട്ടോ, വെള്ളരിയൊക്കെ. ഈ ചെടികളൊക്കെ എനിക്ക് തന്നെ മുളച്ച് വന്നതാണ്. നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. വളമൊക്കെ കൊടുക്കുമ്പോൾ ഉഷാറായി വരും. കുമ്പളവും മത്തനും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക്. ഇതേത് ചെടിയാണെന്ന് മനസ്സിലായോ? മനസ്സിലായവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.